ഇന്നെന്റെ പിറന്നാളാ. എന്റെ അച്ഛനും അമ്മയും എന്നെ അവിടുത്തെ മണ്ണിൽ സമർപ്പിച്ചിട്ട് പോയ ദിവസം. അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പിനെയോ അന്ന് എനിക്ക് നഷ്ടമായത്. എങ്കിലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെത്തി. പിന്നീട് അങ്ങോട്ട് ദേവൂട്ടിയുടെ സംരക്ഷണം ആ മനുഷ്യനും കുടുംബത്തിനുമായിരുന്നു. എന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പും എവിടെയാണെങ്കിലും സുഖമായി ഇരിക്കണമെന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. പിന്നെ എന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയ എന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ മക്കൾക്കും ഒക്കെ നല്ലത് മാത്രം വരുത്തണേ ദേവി. ഹാപ്പി ബർത്ത്ഡേ ടു യു ദേവ് ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ ദേവൂട്ടി. ദേവൂട്ടിക്ക് എന്റെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. വലിയ വിലയൊന്നുള്ളതല്ല, എങ്കിലും ഇത് ഞാൻ ദേവൂട്ടിക്ക് വേണ്ടി വാങ്ങിയതാ. ചേച്ചി, എന്റെ വക ഒരു ജന്മദിന സമ്മാനം. ആ എന്താ ദേവൂട്ടി ഇതൊക്കെ? അനിയനും അനിയത്തിയും തന്ന ജന്മദിന സമ്മാനം അസലായിട്ടുണ്ടല്ലോ. ഇനി ഞാൻ നിനക്കായിട്ടൊന്നും തന്നില്ല എന്ന് പറയരുത്. എന്റെ വക നല്ല ഒന്നാം തരം പാൽപ്പായസം. ദാ എങ്ങനെയുണ്ട്? അടുത്ത ജന്മദിനം നമുക്ക് ഇതുപോലെ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇന്ന് ആഘോഷിക്കാന്ന് കരുതിയേ. അല്ല, അടുത്ത തവണ നീ ഗഗന്റെ പെണ്ണാണല്ലോ. അപ്പോ പിറന്നാൾ ആഘോഷമൊക്കെ അവിടെ ആയിരിക്കുമല്ലോ. കുടിച്ചോ? അച്ഛനും അമ്മയും അനിയനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ദിവസം എങ്ങനെയായിരിക്കും അവർ ആഘോഷിക്കുക? ഇന്ന് ആദ്യമായിട്ടാ ഈ വീട്ടിൽ എന്റെ ജന്മദിനത്തിന് എല്ലാവരും ഇങ്ങനെ സമ്മാനങ്ങൾ തരികയും ആശംസിക്കുകയൊക്കെ ചെയ്യുന്നേ. എന്റെ അച്ഛനും അമ്മയും അനിയനും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ജന്മദിനവും അവരാഘോഷമാക്കിയേനെ. എന്റെ ദേവി, എന്തിനാ എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു പോയത്? എന്റെ അനിയൻ അവർക്കൊപ്പം ഉണ്ടാവുമോ? ഞാൻ ഊമയും വികലാംഗി ആയതുകൊണ്ടാണോ അവരെന്നെ ദേവിയുടെ മണ്ണിൽ ഉപേക്ഷിച്ചു പോയത്? അല്ല, ഒരിക്കലും ആവില്ല. അവർക്ക് എന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല.
എന്റെ മോൾക്ക് എന്താ പറ്റിയേ? അത് വെറുതെ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ പൊന്നിന്റെ കണ്ണ് നിറഞ്ഞത്? ഓ, ഇതുവരെ ഇല്ലാത്ത സ്നേഹപ്രകടനം എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ. ആ, നീ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? അതിന്റെ ഉപകാരസ്മരണയായിരിക്കും ഇത്. ആത്മാർത്ഥത കൊണ്ടാണെങ്കില് ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ നിന്റെ പിറന്നാൾ ദിവസം വരുന്നത്. അത് നിനക്ക് സന്തോഷം തോന്നുന്നത് മോളുടെ നല്ല മനസ്സുകൊണ്ടാ മോളെ. പക്ഷേ ഗഗനെപ്പോലൊരാൾക്ക് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ ലാഭം ഓർത്തിട്ടാവും അമ്മ പതിവില്ലാത്ത വിധം ഇങ്ങനെയൊക്കെ ഒരുക്കിയത്. എന്റെ മോൾക്ക് വേണ്ടി മൂകാംബിക അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്നെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ ഇടവരുത്തരുത് എന്ന്. ഇനി മോളുടെ കൈയൊന്ന് നീട്ടിക്കേ. ആ, നീട്ട് പറയാം. ഇനി കണ്ണൊന്നടച്ചേ. അതൊക്കെ ഉണ്ടെന്നേ പറയാം. ഇതോ, ഇത് അച്ഛന്റെ പൊന്നുമോൾക്ക് അച്ഛന്റെ വക ഒരു ജന്മദിന സമ്മാനം. വിദ്യാമത എന്ന മോതിരം നിനക്ക് നഷ്ടമായില്ലേ മോളെ? അതിന് പകരമൊന്നും ആവില്ലത്. എങ്കിലും അച്ഛന്റെ ഒരു സമാധാനത്തിന് ഇതെന്റെ മോളുടെ വിരലിൽ കിടക്കട്ടെ.